വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ രാക്കയാണ്. ദേ കുഴച്ച് പരത്തി എല്ലാം രാക്ക തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതെ, അപ്പോൾ ഗ്യാസ് ഇഷ്യൂ ആണ് ഇപ്പോൾ നമ്മുടെ എല്ലാം പ്രോബ്ലം അല്ലേ. അതിനൊക്കെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താന്നേ. അങ്ങനെ ഫസ്റ്റ് ചപ്പാത്തി ഇട്ടെടുത്തിട്ടുണ്ട്. എന്തോ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ചപ്പാത്തി ചുരുണക്കാളും മുന്നേ ചപ്പാത്തി കുഴച്ച് ചുട്ട് തിന്നാൻ തുടങ്ങിയ ആളാ ഞാൻ. എൻ്റെ അടുത്ത് പറയരുത് കേട്ടാ. ഇതല്ലേ നീ അപ്പോൾ ഇനി ഞാനിങ്ങനെ അങ്ങ് ജീവിക്കാമെന്ന് വെച്ച് കേട്ടോ. അപ്പോൾ യുദ്ധം വരേണ്ടി വന്നു നമുക്കൊക്കെ മനസ്സിലാക്കാൻ എങ്ങനെയും നമ്മൾ ജീവിക്കും എന്നുള്ളത്. ഇപ്പൊ ഗ്യാസ് ഒരു അഭിവാജ്യ ഘടകമായിരുന്നു നമ്മൾക്കെല്ലാം. വെള്ളവും ചായയും മാത്രം തിളപ്പിച്ചുകൊണ്ടിരുന്ന ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാറായി. ഇവിടെ കുറേ ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വലിയ വലിയ ഉരുളക്കിഴങ്ങൾ. അത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഈ രീതിയിൽ അങ്ങായിരുന്നു. ഒന്ന് അടച്ചു വെച്ചാൽ തന്നെ പെട്ടെന്ന് വേകുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി ലാസ്റ്റ് ക്രഷ്ഡ് ചില്ലിയും കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചേ ഉള്ളൂ. വെള്ളം ഒന്നും തളിച്ച് കൊടുക്കണ്ട, അല്ലാതെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാം. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങാന്നേ. വലുതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് രണ്ടെണ്ണം നമുക്ക് അരിയുമ്പോൾ തന്നെ ഇത്രയും കിട്ടും. പിന്നെ കുറച്ച് കുറുമ കുക്കറിലേ രാഖിക്ക് നമ്മുടെ പച്ചക്കായൊക്കെ ഇട്ട കുറുമ, എനിക്കത് അത്ര വലിയ പത്തിയല്ല, അത് ഉണ്ടാക്കി. മാവിന്റെ ടേസ്റ്റ് അടിപൊളിയായി. കുറച്ച് ഉപ്പുണ്ട്. ഏത് മാവ്? ഈ മാവ് മാവല്ല, അച്ഛൻ ഉണ്ടാക്കിയ ചപ്പാത്തി. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്തിനാ കളിയാക്കിയത് അച്ഛനെ? എങ്ങനെയുണ്ട് സത്യം പറ. അച്ഛൻ എന്റെ പറഞ്ഞു. ഓ, അച്ഛൻ പറഞ്ഞു വെച്ചേയാണോ അങ്ങനെ പറയണമെന്ന്? എങ്ങനെയുണ്ട് ചപ്പാത്തി? ഏത് ചപ്പാത്തി? എങ്ങനെയുണ്ട് അച്ഛൻ ഉണ്ടാക്കിയ ചപ്പാത്തി? In a serious note, it is very nice. The crispy bits are very crispy and there is no culprit. Okay. അപ്പോൾ നമ്മുടെ അങ്കുവിൻ്റെ കയ്യിലെ പ്ലാസ്റ്ററൊക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയി അതൊക്കെ റിമൂവ് ചെയ്ത് അന്ന് രാത്രി ഡിന്നറിൻ്റെ ഒരു കോലാഹലങ്ങളാണ് ദേ ഈ കണ്ടതെല്ലാം. അവൻ്റെ പ്ലാസ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ടാക്കി ഹാഫ് ഡേ ലീവ് എടുത്തു. ഇവിടുത്തെ നമ്മുടെ ഡോക്ടർ, ക്ലിനിക്കിലെ ഡോക്ടറും കൂടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സിസ്റ്റർ ആയിരുന്നു എൻ്റെ കൂടെ വന്നത്. അന്ന് രാക്ക ഉണ്ടായിരുന്നില്ലല്ലോ, നാട്ടിലായിരുന്നല്ലോ. അതൊക്കെ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന അന്ന് രാവിലെ എടുത്തതാണ്. അപ്പോൾ പ്ലാസ്റ്റർ ഇന്ന് ഊരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും വേദനയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഊരുമെന്ന് അറിയായിരുന്നു. രാവിലെ തലേദിവസം രാക്കെ കുറേ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മിക്സിയിലേ. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ രാവിലെ ചപ്പാത്തി ആയിട്ടങ്ങ് ചുട്ടെടുത്തു. മാവുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് അങ്ങ് ആക്കാമല്ലോ. കൂടെ ഞാൻ ദാലുമാണ്, നമ്മുടെ സാമ്പാർ പരിപ്പിട്ടിട്ട് നമ്മുടെ നാടൻ സ്റ്റൈലിൽ ഒരു ദാല്. രാവിലെ കുറച്ച് ഹെവി ആയിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അവിടെ എത്ര നേരം എടുക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതേ ദാലും ചപ്പാത്തിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം നമ്മുടെ പഴയ എക്സ്ട്രയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതേ കയറി കാറിൽ കാണിച്ച എക്സ്റേ കാണാമേ, അങ്കുവിൻ്റെ എക്സ്റേ. ഇവിടെ ഇതിനകത്ത് 2 ക്ലിനിക്കുണ്ട്. ഒന്ന് ടൗൺഷിപ്പിലും ഉണ്ട്, പിന്നെ ഒന്ന് ഓഫീസിന് രാക്കയുടെ ഓഫീസൊക്കെ ഇരിക്കുന്നതിന് അവിടെ. അപ്പോൾ അവിടെയാണ് ഈ ഡോക്ടർ ഇപ്പോൾ ഇരിക്കുന്നത്. 2 ഡോക്ടേഴ്സ് ഉണ്ട്. ഒരു ഡോക്ടർ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ഡോക്ടർ അവിടെയാണ്. അതിന്റെ പേര് മിസ്പെൽ ചെയ്തേ. നമ്മളിപ്പോൾ അകത്തെ ആ ക്ലിനിക്കിൽ പോയിട്ട് അവിടെ നിന്ന് ഡോക്ടറെ പിക്ക് ചെയ്താണ് പോകുന്നത്. നമ്മുടെ ആരോഗ്യ നികേതൻ ദേ ഈ പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിനകത്തോട്ടാണ്. ഒരു ഡോക്ടർ ഉച്ചവരെ ഇരിക്കും, ഉച്ചയ്ക്ക് ശേഷം മറ്റേ ഡോക്ടർ വരും. അങ്ങനെ അപ്പം നമ്മുടെ ഡോക്ടർ ഇപ്പം നിലവിലകത്താണല്ലോ. അപ്പോൾ അവിടെ ചെന്ന് പിക്ക് ചെയ്യാനായിട്ട് ദേ നമ്മളവിടെ എത്തി. ഡോക്ടർ നടന്ന് വരുന്നുണ്ട്. ദേ ഇതാണ് ആള്. നമ്മൾ അങ്ങനെ ദേ ഹോസ്പിറ്റലിലെത്തി. ഇതാണ് ഡോക്ടേഴ്സ് കേട്ടോ. ഇതിൽ രോഹിത്താണ് നമ്മൾ കാണാൻ പോകുന്നത്. രോഹിത് യാദവ്.
അപ്പോൾ നമ്മൾ കണ്ടതിന് ശേഷം എക്സ്റേ ഒന്നും കൂടെ എടുക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം അവരത് റിമൂവ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നോക്കത്തുള്ളൂ. അപ്പം നമ്മൾ എക്സ്റേ എടുക്കാനായിട്ട് ഇതേ വന്ന് നിൽക്കുകയാണ്. പെട്ടെന്നാവും കേട്ടോ, വലിയ തിരക്കൊന്നും അങ്ങനെ ഇല്ല. നമ്മളിത് എക്സ്റേ ഒക്കെ എടുത്ത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ഊരണ്ടേ, അതിന് വേണ്ടി നിൽക്കുമ്പോൾ അങ്കു പകുതി പൊളിച്ച് കളഞ്ഞു കേട്ടോ. എന്നിട്ടത് പൊളിച്ച് കളയുമ്പോൾ ഉള്ള ഒരു ഡാൻസാണ് അവൻ ഈ കളിക്കുന്നത്. കാരണം അവൻ ഒത്തിരി നാളായിട്ട് ഇങ്ങനെ നമുക്ക് വലതേ കൈയല്ലേ, തിരിച്ച് കറി വന്ന് കൈ നിറച്ച് നമ്മുടെ ഡിസിൻഫെക്റ്റൻ്റ് ഉണ്ടല്ലോ, നമ്മൾ കോവിഡിനൊക്കെ യൂസ് ചെയ്ത അതിൻ്റെ പേരെന്താ, സാനിറ്റൈസർ, അത് നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ട് ടിഷ്യൂ വെച്ച് തുടച്ച് കളയുക. വീട്ടിൽ പോയിട്ട് നന്നായിട്ടൊന്ന് കുളിപ്പിക്കാം. ഒരു പശപ്പ് പോലെ ഉണ്ടേ, അത് ഇത്രയും നാൾ ഇട്ടിരുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, അതേ ഫ്രീ ആയി. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഒരു സിനിമ തിയേറ്റർ കം റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടു. അങ്ങോട്ട് കയറാമെന്ന് വെച്ചു. പക്ഷേ ആകെ അടിപൊളി കേട്ടോ. ഞങ്ങൾ വെച്ച് പാർക്കിംഗ് ഒന്നും ഇല്ലെന്ന്, പക്ഷേ പാർക്കിംഗ് എല്ലാം ഉള്ള അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വെജിറ്റേറിയൻ ആണ്, എന്തോ ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടും കേട്ടോ. ഇവിടുത്തെ ഫുഡൊക്കെ വെജിറ്റേറിയൻ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നോൺ വെജിനെക്കാട്ടി ഇവിടെയൊക്കെ നല്ലത് വെജിറ്റേറിയൻ തന്നെ. അടിപൊളി കിടിലം ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ്, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇപ്പം സിനിമയുടെ ഷോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫുഡുണ്ട് കേട്ടോ. തന്തൂരിൽ ഉണ്ടാക്കിയതാണ് ഇന്ന് ഫുഡെല്ലാം നമുക്ക് കിട്ടിയ. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും കിടിലം ടേസ്റ്റും ആയിരുന്നു. അപ്പം ഞാൻ താലിയും അങ്കുവിൻ്റെ മഷ്റൂം ചില്ലിയും പിന്നെ ഡോക്ടറും നമ്മുടെ രാക്കയും കഴിച്ചത് ഞാൻ എടുത്തില്ല കേട്ടോ. അത് അവരെ അൺകംഫർട്ടബിൾ ആക്കരുതല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നാരങ്ങ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. രണ്ടും ഫ്രീ ആയ അങ്കു കാണിച്ചോ, കാണിക്കുക, കൈ കാണിക്കാം. ഒരുപാട് യൂസ് ചെയ്യണ്ട കേട്ടോ, ഒരു 1 month ഒന്ന് സൂക്ഷിച്ചിട്ട്. ഏത് കൈയായിരുന്നു? കണ്ണിലടിക്കുന്നില്ല. ഏത് കൈയായിരുന്നു? ഈ കൈയല്ലായിരുന്നോ? ഒരു പശപ്പുണ്ടല്ലേ, സാരമില്ല. അപ്പോൾ അതേ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കുളിച്ച് കുട്ടപ്പനായിരിക്കുന്ന അങ്കു. ഓക്കെ, ഉരുളക്കിഴങ്ങ് പോലെ കുറേ ഇരിക്കുന്ന സംഭവമാണ് ഇവിടെ ക്യാരറ്റ്. ഞാൻ നമ്മുടെ പഴം കൊണ്ട് ഉണ്ടാക്കത്തില്ലേ ഒരു എന്താ പറയുക സ്റ്റീംഡ് പുഡിങ് പോലെ, അതുപോലെ ഞാൻ ക്യാരറ്റ് സ്റ്റീംഡ് പുഡിങ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പാലിൽ ക്യാരറ്റ് വേവിച്ച് അരച്ചൊക്കെ റെഡിയാക്കി സെറ്റപ്പാക്കി ടാപ്പ് ചെയ്ത് ഇതേ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. കുറച്ച് ശർക്കരപ്പൊടിയും, ഞാൻ എങ്ങനെയാണോ ബനാന പുഡിങ് സ്റ്റീംഡ് പുഡിങ് ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ, പക്ഷേ ക്യാരറ്റ് പാലിൽ വേവിച്ച് ഒന്ന് അരച്ചെടുത്തന്നേ ഉള്ളൂ. അപ്പോൾ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലാണ് നമ്മൾ വെക്കുന്നത്. 14 വർഷമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ്. ഞാൻ വെള്ളവും ചായയൊക്കെ തിളപ്പിക്കുന്ന അല്ലാതെ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഉപയോഗം വന്നത്. അപ്പോൾ നമ്മളത് സ്റ്റീം ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഗസ്റ്റ് വന്നു കേട്ടോ. അങ്കുവിൻ്റെ കൈയും നമ്മൾ എടുത്തല്ലോ, അപ്പോൾ അത് അവനെ കാണാൻ വേണ്ടി രാക്കയുടെ ഫ്രണ്ടും വൈഫും വന്നിട്ടുണ്ടായിരുന്നു. ചൂടോടൊപ്പം ഞാൻ പെട്ടെന്ന് അവർക്ക് കുറച്ച് മുറിച്ച് വെച്ചു. അതുകൊണ്ട് എനിക്കത് എടുത്തിട്ട് കാണിക്കാൻ പറ്റില്ല. പകുതി ഭാഗം ദേ ഇരിപ്പുണ്ട്. സംഭവം നല്ല ടേസ്റ്റാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക്, ഒരു സ്റ്റീംഡ് പുഡിങ് എന്ന് പറയാം. പക്ഷേ പഴത്തിനാണ് കുറച്ചും കൂടെ ഫ്ലേവർ കേട്ടോ. ക്യാരറ്റിന് പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും ഇല്ലല്ലോ, അത്രേ ഉള്ളൂ. പക്ഷെ ടേസ്റ്റാണ്. ഇതൊക്കെ അവർ അങ്കുവിന് വാങ്ങി വന്ന സാധനങ്ങളായിരുന്നു. അങ്കുവിൻ്റെ ഡാൻസ് കണ്ടവൻ ഒത്തിരി ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.